ആദ്യ വിവാഹബന്ധം തകർന്ന ശേഷം ഏറെക്കാലം 2 മക്കളുമായി ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു സീരിയൽ താരം ദിവ്യ ശ്രീധറിൻ്റേത്. ആത്മഹത്യ, വിഷാദരോഗം തുടങ്ങിയവയെല്ലാം ദിവ്യയെ അലട്ടിയിരുന്നു. ജീവിതത്തിലെ ഇരുണ്ട ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ക്രിസ് വേണുഗോപാൽ ദിവ്യയുടെ ജീവിതത്തിലേക്ക് എത്തിയത്. ക്രിസും വിവാഹമോചിതനായിരുന്നു. ദിവ്യയെ മാത്രമല്ല, അവരുടെ 2 മക്കളുടെയും സംരക്ഷണം ക്രിസ് ഏറ്റെടുത്തു. ഗുരുവായൂരിൽ വെച്ച് നടന്ന വിവാഹത്തിൻ്റെയും വിവാഹ സൽക്കാരത്തിൻ്റെയും വീഡിയോയുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. വിവാഹ വാർത്ത പുറത്തു വന്നതോടെ ദിവ്യയ്ക്ക് ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വന്ന വിമർശനം സ്വത്തും പണവും കണ്ട് ക്രിസിനെ വിവാഹം കഴിച്ചു എന്നതായിരുന്നു. ഇപ്പോഴിതാ മൂവി വേൾഡിന് നൽകിയ അഭിമുഖത്തിൽ തനിക്കെതിരെ വന്ന വിമർശനങ്ങൾക്ക് മറുപടി നൽകുകയാണ് ദിവ്യ. സ്വത്ത് കണ്ടു തന്നെയാണ് താൻ വിവാഹത്തിന് സമ്മതിച്ചതെന്ന് താരം പറഞ്ഞു. നല്ല ആളുകളെ കണ്ടുമുട്ടിയാൽ വിവാഹം കഴിക്കണമെന്നാണ് വിവാഹമോചിതരായ സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്. ഒറ്റയ്ക്കുള്ള ജീവിതം പറ്റാത്തത് കൊണ്ടാണ് താൻ വിവാഹിതയായത്. എവിടെ നിന്നും എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. എന്നേക്കാൾ പ്രശ്നമുള്ള സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ടാകും. അവരാരും തുറന്നു പറയാത്തവരാകും. ചിലർ വീണ്ടും വിവാഹം കഴിക്കാൻ ആഗ്രഹമുള്ളതായി പറഞ്ഞിട്ടുണ്ട്. മിക്കവർക്കും 1, 2, 3 മക്കളുണ്ട്. കുഞ്ഞിനെ നോക്കാൻ കഴിയാത്തവർ വിവാഹം കഴിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എത്ര വഴക്കുണ്ടായാലും നാളെ വന്ന് മിണ്ടും. ഇന്ന് ശരിയായില്ലെങ്കിൽ നാളെ ശരിയാകും എന്നൊരൊറ്റ പ്രതീക്ഷയിലാണ് ഞാനടക്കമുള്ള ഒരുപാട് ആളുകൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ ഒട്ടും പറ്റാത്തത് കൊണ്ടാണ് വിവാഹമോചനത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇപ്പോഴുള്ള ആളുകൾ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് ഡിവോഴ്സാണ്. ഞാൻ പറഞ്ഞത് എന്നെപ്പോലുള്ള ആളുകളെയും എൻ്റെയും കാര്യമാണ്. ഞാൻ ജീവിച്ചതുപോലെ പങ്കാളിയുടെ അടിയും കുത്തും കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് ആളുകളുണ്ട്. പറ്റില്ലെന്ന് കണ്ടാൽ വിട്ടേക്കുക, എന്നിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുക. അതും പറ്റുന്നില്ലെങ്കിൽ നല്ലൊരു പാർട്ട്ണറെ കണ്ടെത്തുക. അതൊന്നും ഒരു തെറ്റല്ല. മക്കൾ വിവാഹപ്രായം എത്തിയവരാണ് എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഒരു സമയം കഴിയുമ്പോൾ അവരവരുടെ കാര്യം നോക്കിപ്പോവും. കെട്ടിക്കാൻ പ്രായമായ മോളില്ലേ എന്നതായിരുന്നു എനിക്ക് വന്ന വിമർശനം. അതിനെന്താണ് കുഴപ്പം? മക്കളുള്ളവർ വിവാഹം കഴിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. അവർക്ക് നല്ലൊരു വസ്ത്രം ധരിക്കാൻ അവകാശമില്ല എന്നാണോ? സ്ത്രീകൾ 2ാം വിവാഹത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് മെയിൻ സാമ്പത്തികം തന്നെയാണ്. എനിക്ക് സാമ്പത്തികമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആളും ഉണ്ടായിരുന്നില്ല. കടം വാങ്ങിയവർ പോലും പിന്നീട് വേറെ രീതിയിലായിരുന്നു എന്നോട് സംസാരിച്ചിരുന്നത്. എനിക്ക് നേരെ വന്ന കമൻറ്റുകൾ ഞാൻ പണം കണ്ട് വിവാഹം കഴിച്ചു എന്നതാണ്. ശരിയാണ്, കുറച്ചൊക്കെ അങ്ങനെയുമുണ്ട്. പക്ഷേ എനിക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചുകൊണ്ട് ഏട്ടനെ കൊണ്ട് ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ വലിയൊരു വീടുണ്ടെന്ന് കരുതി ആർക്കും സുഖമായി ജീവിക്കാൻ കഴിയില്ല. പണിയെടുത്താലേ ജീവിക്കാൻ പറ്റൂ, അല്ലാതെ ഡെപ്പോസിറ്റ് ഒന്നുമില്ല. വീടുണ്ട്, കണ്ണൂരിൽ കുറച്ച് സ്ഥലമുണ്ട്, 3 വണ്ടികളുമുണ്ട്. അതുകൊണ്ട് സ്വത്ത് കണ്ട് കെട്ടിയെന്ന് പറയാൻ പറ്റില്ല. സ്വത്തുണ്ടെങ്കിലും പണിയെടുത്താലേ ജീവിക്കാൻ പറ്റൂ എന്നാണ് ദിവ്യ പറയുന്നത്.